പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എന്താ പരിപാടി വെച്ചാൽ ബാഗൊക്കെ ഇറങ്ങിയാണ്. നമ്മളെ മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിലുണ്ടല്ലോ, പിന്നെ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒരു ഫുട്ബോൾ മാച്ച് ഉണ്ട്. അതായത് നമ്മളെ വയനാടിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടൂർണമെൻ്റാണ്. അപ്പോൾ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ മഞ്ചേരി ഇന്ത്യൻ മാളിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞാൻ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആ കളിൻ്റെയും അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കയറും. അപ്പോൾ നമുക്ക് കാണാമല്ലേ, നേരെ ഇന്ത്യൻ മാൾക്ക് പോകാം. അപ്പോൾ ഇവിടെ നമ്മളെ ഷിയാസ് കരീം, അതുപോലെ തന്നെ ജിന്ന്, പിന്നെ നമ്മളെ മുനീർ മലപ്പുറം, വിച്ചു വ്ളോഗ്, നമ്മളെ റിസ്വാൻ ഫ്രീ സ്റ്റൈൽ, അങ്ങനെ നമ്മളെ ഓൾറൗണ്ട് കൺസ്ട്രക്ഷന് തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ ഇങ്ങനെ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ മുത്തുമണീസുണ്ട്. മുത്തുമണീസ് ഇതാ താടിയമ്മ ചൊറിഞ്ഞിക്കാണ്. അപ്പോൾ മൊത്തത്തിൽ ചെക്കന്മാർ നമ്മളെ ഇൻഫ്ലുവൻസേഴ്സ് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചെക്കന്മാർ ഇതാ പ്രാക്ടീസ് കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞാനിതാ എത്തിക്കൊണ്ടിരിക്കുന്നു. കുഞ്ഞാന് എത്തിയിട്ടുണ്ട്. കുഞ്ഞാന് ചെറിയ തള്ളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ അൻഷിഫ് മോനിക്കലെത്തിന്. പിന്നെ ബാക്കിയുള്ള ആളുകളൊക്കെ ഇങ്ങനെ എത്തിക്കൊണ്ട് കേട്ടോ. ചെക്കന്മാർ ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ട് കേട്ടോ. നമ്മളെ മുനീർ, ജിന്നി, പിന്നെ നമ്മളെ 721 ഇംതിയാസ് അലി എത്തിയിട്ടുണ്ട്. അൻഷിഫ് ഇതാ ക്യാമറമാൻ അൻഷാഫ് മോനിക്കാൻ. എന്ത് സെറ്റാക്കണേ അഞ്ചിപ്പാണ് എടുക്കണം, ഒന്നും പറയാൻ പറ്റില്ല. ഇത് നമ്മളെ മുത്തുമണി അർജു എത്തിയിട്ടുണ്ട്. അർജു അപ്പോൾ നമ്മളെ വണ്ടി ഈ 2 ട്രാവലർ നമ്മൾ പോകണം കേട്ടോ. നമുക്കുള്ള വണ്ടിയാണത്. 2 ടീംസിനുള്ള വണ്ടിയാണ്. അപ്പോൾ ഏകദേശം പ്ലേയേഴ്സൊക്കെ എത്തിക്കണം. ഇനി കുറച്ച് ടീം കൂടി എത്താണ്ട്. പോലെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. നമ്മളെ മെയിൻ പ്ലെയർ അൻഷിഫ് ഉണ്ട് കേട്ടോ. സെറ്റല്ലേ? ഓ ഒന്ന് കാണിച്ചു പ്രതീക്ഷ ഒരു പ്രതീക്ഷ വേണ്ട. കന്തിയ മെയിൻ പ്ലെയർ ഇവിടെ ഉണ്ട്. മുത്തുമണീസ് ഉണ്ട് അവിടെ. മുത്തുമണീസ് നമ്മളെ ഓൾറൗണ്ട് പൊളിക്കണം ഗ്രൗണ്ടില്. അങ്ങനെ എല്ലാവരും വണ്ടി കയറി. അപ്പോൾ വണ്ടി ഇങ്ങനെ സ്റ്റേഡിയത്തേക്ക് പോവാണ്. പയ്യനാട് നമ്മളെ ഷിയാസ് ഉണ്ട്, അതുപോലെ തന്നെ മറ്റുള്ള വ്ളോഗേഴ്സ്, നമ്മളെ ബിഗ് ബോസ് ടീം എല്ലാവരും ഉണ്ട് കേട്ടോ. നമുക്ക് പ്രശ്നമുണ്ടോ ഷിയാസ്ക? നടിയില് വല ഇട്ടേണ്ടി വരുന്ന തോന്നുന്നു. ലെമൺ പോസ്റ്റ് ആണ് അവിടെ വന്നിട്ടേ അവിടെ അങ്ങനെ നമ്മളിതാ പയ്യനാട് സ്റ്റേഡിയത്തിന്റെ VIP എൻട്രൻസ് വഴിതാ എത്തിട്ടോ. ഉള്ളിലേക്ക് കയറാണ്, സ്റ്റേഡിയത്തിൽ കയറാണ്. അപ്പോൾ സ്റ്റേഡിയത്തിൽ കയറുന്ന മുന്നേ ജേഴ്സിയൊക്കെ ചേഞ്ച് ചെയ്യാൻ, ജേഴ്സിയൊക്കെ മാറ്റാനുള്ള നമ്മളെ ഡ്രസ്സിംഗ് റൂം ഇത് അവിടെയാണ്. അപ്പോൾ അങ്ങോട്ട് പോയി കണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് ഇതാ ജേഴ്സി ഇട്ടിട്ട് നമ്മളെ സീക്രട്ട് ഏജൻറ്റിൻ്റെ കയ്യിൽ നിന്നും ജേഴ്സി ഞാൻ ഏറ്റുവാങ്ങി. അപ്പോൾ അതാണ് നമ്മുടെ ഡ്രസ്സിംഗ് റൂം. അപ്പോൾ ഫുൾ പ്ലേയേഴ്സ് ഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാണ്ടിക്കടവും ഞാൻ അവിടെ പെരും തള്ളുകൾ കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒന്നും നോക്കില്ല, ഞാൻ മാറ്റി ജേഴ്സി ഇട്ടു. അപ്പോൾ നമ്മളെ ജിന്ന്, മുത്തുമണി, അൻഷിഫ് മോനിക്കലൊക്കെ അതാ മാറ്റിക്കണം. അൻഷിഫ് കണ്ണടയൊക്കെ വെക്കണ്. അവൻ്റെ ഒരു കണ്ണട വെച്ചാൽ പെരുങ്കളി ഇട്ടുന്നാണ്. പ്രഖ്യാപിക്കുമ്പോഴാണ് സായെ നമ്മുടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ ഇതിന് മാറ്റങ്ങളുണ്ട്. അതിനിറങ്ങിയിട്ട് നോക്കാം. കാര്യമായിട്ട് വാമ്പ എഴുത്. ചിലർക്ക് പ്രൊഫഷണൽ ഫസ്റ്റ് ലെവലില് കളിക്കാൻ പറ്റില്ല എന്നുള്ള വിഷമമാണ്. ഞാൻ വിളിക്കുമ്പോ തിരിച്ചറിയില്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ IM വിജയൻ സാറോടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങാൻ നിൽക്കാന്ന്. അപ്പോഴാണ് മൂപ്പരെ കണ്ടേ. മൂപ്പര് ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ ഞങ്ങളിതാ ടീമൊക്കെ സെറ്റായി ഇങ്ങനെ ഇറങ്ങാൻ നിൽക്കുകയാണ്. പേരും തള്ളാട്ടോ എല്ലാവരും. കാരണം ഇൻഫ്ലുവൻസേഴ്സ് അല്ല, നിങ്ങൾക്ക് അറിയില്ലേ. അർജുനൊക്കെ ഇതാ ജയിച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ എന്താ വെച്ചാൽ കുഴപ്പമില്ലാതെ കളിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ 2 ടീമിലും. ഞാൻ തള്ളിയതല്ല. അപ്പോൾ ആ ചെക്കന്മാരൊക്കെ ഫുള്ള് സെറ്റായി ഇങ്ങനെ നിൽക്കുകയാണ്. ഏത് നിമിഷവും ഞങ്ങൾ ഗ്രൗണ്ടിൽ ഇറങ്ങും.
അപ്പോൾ അതാ ഇറങ്ങിട്ടോ, ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി. നമ്മളെ പയ്യനാട് സ്റ്റേഡിയത്തിന്റെ ഗ്രൗണ്ടിലേക്ക് ഇതാ ഞങ്ങളെ 2 ടീംസും ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ചെറിയൊരു വാമപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മെയിൻ പ്ലെയർ ഞാനും മുനീറും ഇവിടെ റെഡിയാണ്. ഷിയാസ്ക ഇവിടെ നല്ല പ്രാക്ടീസ് ആട്ടോ. നമ്മളെ ഗോൾ കീപ്പർ ഷിയാസ്കാണ്. എനിക്ക് സിനിമയിൽ ഡയലോഗ് ഇല്ല, അപ്പൊ ഞാൻ ഇതിലില്ല. ഷിയാസ്ക സെറ്റ് അല്ലേ? അതെ ഗ്ലൗ ഒക്കെ അറിയാലോ. അപ്പൊ ആ മത്സരം സ്റ്റാർട്ട് ചെയ്തിട്ടോ. നല്ല മഴയാണ്, നല്ല മഴയാണ്. എനിക്ക് ഈ സ്റ്റേഡിയം ഒക്കെ കണ്ടപ്പോൾ തന്നെ എന്താ ഓർമ്മ എന്ന് വെച്ചാൽ പണ്ട് സന്തോഷ് ട്രോഫി മത്സരം നടന്ന സമയത്ത് ഇതാ കേരളം കപ്പടിച്ചപ്പോൾ ഈ ഗാലറിയിൽ നിന്ന് ആ കമ്പിയൊക്കെ ചാടിക്കടന്ന് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വന്ന് കോച്ചിൻ്റെ ഒപ്പം പ്ലേയേഴ്സിൻ്റെ ഒക്കെ കെട്ടിപ്പിടിച്ച ആ ഒരു ഫൈനൽ മത്സരമാണ് എനിക്ക് ഓർമ്മ വന്നത്. ചെക്കന്മാർ കളി എങ്ങനെ നോക്കട്ടോ, മോശമാണ് ഞാൻ വലിച്ചു. ആ വരുന്നേ പെരും കളിയാട്ടോ. പിന്നെ ഞങ്ങൾ കുറേ ആൾക്കാർ സബിലാണ് കേട്ടോ. സബിലെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇറങ്ങാം, എപ്പോൾ വേണമെങ്കിലും കയറുകയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ പെരും മഴയാണ്, പന്ത് തട്ടിയിട്ട് നീങ്ങണമെന്നല്ല. അതുകൊണ്ട് തന്നെ പിന്നെ സമയം കുറവാണ്. അങ്ങനെ അതാ മത്സരം കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഡ്രസ്സിംഗ് റൂമിലെത്തിട്ടോ. കളിന് ശേഷം നമ്മളെ കൊൽക്കത്തയും കേരളത്തിന് കളിയൊക്കെ ഞങ്ങൾ കുറച്ചു നേരം കണ്ടതാ. വീണ്ടും ഞങ്ങൾ വണ്ടിയിൽ കയറി. അടുത്തെന്താ വെച്ചാല് ഫുഡ് ഉണ്ട്. ആ പൂക്കോട്ടൂർ ഡൽഹിയിലാണ് ഫുഡ്. കളി കഴിഞ്ഞു. കളി നമ്മൾ ജയിച്ചു 0-0. ഞങ്ങൾ 14 കുഞ്ഞാനോ ടീം 12 ആള്. ഞങ്ങള് 12 ആണെങ്കിലും നിങ്ങൾ 14 ഉണ്ട്. പക്ഷെ ഞങ്ങളത് മാത്രം ഇന്നത്തെ സംഭവം അറിയോ? അർജുന്റെ ടീമാണ് ഞങ്ങൾ. അർജുന്റെ ടീമിൽ ഞങ്ങൾ ഒരാളെ ഏറി കണ്ടുപിടിച്ചു ലാസ്റ്റ്. പക്ഷെ ഇവര് 12 ആൾക്കാര് ടീമിൽ എത്ര ആളറിയോ? ലൈവ് നമ്മളെ കൂടെ തൊപ്പിയുണ്ട്. തൊപ്പി 2 വാക്ക് വളി അവിടെ കറക്റ്റ് ആ സ്ഥലത്തുള്ള. അതുകൊണ്ട് ഞാൻ ആ വേർഡ്സ് 2 പറഞ്ഞു. നമ്മളിപ്പോ വളാഞ്ചേരിന്റെ അടുത്തല്ലോ. വളാഞ്ചേരി എവിടെ കിടക്കണേ? ഇവിടെ അടുത്തല്ലേ, മഞ്ചേരിന്റെ അടുത്തല്ലേ വളാഞ്ചേരി? അല്ല കൊറേ ദൂരം. ആ അപ്പോൾ നമ്മളിതാ ഇവിടെ പൂക്കോട്ടൂർ ഡൽഹിയിലെത്തിട്ടോ. ഇവിടെയാണ് ഫുഡ് എല്ലാവർക്കും ഉള്ളത്. ഫുഡ് ഒന്നും പറയാനില്ല, വേറെ ലെവൽ ഫുഡായിരുന്നു. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ സൂപ്പ്, പിന്നെ മന്തി, ബ്രോസ്റ്റ്, ബീഫ്, ചിക്കൻ, ഫിഷ്, ഐസ്ക്രീംസ് ഐറ്റംസ്, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുള്ളൂ. കാരണം ഒന്നാമത് നമ്മളിങ്ങനെ ഓരോ തിരക്കിലാവുകൊണ്ട് ശരിക്കും എടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ കിട്ടിയ ഓരോരോ കട്ടിങ് ഇങ്ങനെ കൊടുത്താണ്. ഓക്കെ, അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ ഇൻസ്റ്റയിലൊക്കെ ചോദിച്ചിരുന്നു എന്താ പരിപാടി ഉള്ളത്. അപ്പോൾ ഇങ്ങനെ സ്റ്റോറി ഇട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത്ര ഉള്ളത്തെ വീഡിയോ. ഇൻഫ്ലുവൻസിൻ്റെ ഒരു കളി നമ്മുടെ പയ്യനാട് സ്റ്റേഡിയത്തിൽ പോയി. ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടായിരുന്നു. പയ്യനാട് സ്റ്റേഡിയത്തിൽ ഇറങ്ങാൻ പറ്റി. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പോൾ നമുക്ക് കാണാം കേട്ടോ. ഇനി വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.